എടേ നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നോ? കാസർഗോഡെങ്ങാണ്ട് ഒരു ടോൾ ബൂത്തില് പൊക്കിയും തത്തും കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ വണ്ടി പോകാനായിട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. ആ സാധനം കണ്ട് വണ്ടി വീണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫാമിലി, ഒരു യുവാവെന്നും പറയാൻ പറ്റത്തില്ല, ഒരു 10-40 വയസ്സടുത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവൻ എന്തോ കലിപ്പുണ്ടാക്കി ബംഗാളികളായിട്ട്. ബംഗാളികളോ ഇപ്പം ബംഗാളികളാണല്ലോ, അല്ല അവന് അറിയാൻ മേലാത്ത ഭാഷ, ഹിന്ദി പറയുന്ന ആൾക്കാരാ. ഇവനെന്തോ പറഞ്ഞ് കലിപ്പുണ്ടാക്കി അവന്റെ വണ്ടിയെ വന്ന് വീണു എന്നാണ് അവൻ പറയുന്നത്. ഫ്രണ്ട് KSRTC പോകുന്നുണ്ടായിരുന്നു, ഇവന്റെ വണ്ടിയിലേക്ക് ഈ സാധനം വന്ന് വീണു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഈ സംഭവം കലിപ്പായിട്ട് എന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഇവനെ പൊക്കിയെടുത്തു, വണ്ടി അത് വലിച്ചിറക്കി. ഇവൻ ഇറങ്ങിയില്ല എന്നുള്ളത് കണ്ടു. നമ്മൾ വീഡിയോ കണ്ടാന്ന് തോന്നുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചിറക്കി പൊക്കിയെടുത്തൊരു ട്രാവലറെ ഇട്ടിട്ട് അങ്ങ് പോയി. ഈ അതിനകത്ത് ഫാമിലി ഉണ്ട്, പെണ്ണുങ്ങളടക്കമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവൻ പറഞ്ഞത് ഇവൻ ട്രാഫിക് ബ്ലോക്ക് ചെയ്തെന്ന് അങ്ങോട്ട് മാറ്റിയിടുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഇൻസിഡന്റ് ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാധനം, ഇത് ഞങ്ങളെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന സാധനം വണ്ടിയെ മുട്ടിട്ടില്ലെന്ന് അവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? CCTV ക്യാമറ വല്ലതും ഉണ്ടോ? ഇനി വണ്ടിക്കകത്ത് ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല. കണ്ട വീഡിയോ ഒക്കെ ആരോ ഫോണിലെടുത്ത വീഡിയോ കണ്ടത്. ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ശരി, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ദൈവങ്ങളെ കുറിച്ച്. ചാനലിനകത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന മതങ്ങളും ഈ പറയുന്ന ഈ ദൈവങ്ങളും പിന്നെ ഈ പറയുന്ന വെള്ളയിട്ട് കുഴിമാടങ്ങള്, പൊളിറ്റിക്സ് കണവണമെന്ന് പറഞ്ഞ് ഇവനൊക്കെ വേണ്ടിയിട്ട് എത്ര മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് മനുഷ്യനെ അവിടെ നിർത്തുന്നത്. അന്നേരം ഒന്നും ഇല്ലാത്ത ചൊറിച്ചിൽ. അന്നേരം ഈ സല്യൂട്ട് അടിച്ച് സാർ സല്യൂട്ട് അടിച്ച് നിൽക്കൂലോ അല്ലേ? അവൻ ബ്ലോക്ക് ചെയ്താലും ആര് ബ്ലോക്ക് ചെയ്താലും ബ്ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അനുകൂലമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടാക്സ് അടച്ചിട്ടാണല്ലോ ഈ കിണ്ടി ഇതും കൊണ്ട് എടുത്തുകൊണ്ട് റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള ഫ്രീഡം വേണം. അതിനിപ്പോൾ എന്ത് സംഭവമാണല്ലോ, അതിന് രാഷ്ട്രീയത്തിന്റെ സംഭവമാണല്ലോ, മതത്തിന്റെ സംഭവമാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് പോകേണ്ട വണ്ടികളുണ്ട്, ആംബുലൻസ് ഉണ്ട്, പോലീസ് വണ്ടിയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇത്തരത്തിലുള്ള പല കേസുകളുണ്ട്. ഇവർക്ക് പോകാനുള്ളത് എപ്പോഴും ആ ഒരു പ്രോപ്പറായിട്ട് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരിടത്ത് ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. പക്ഷെ ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, ഇത് ഒന്നെങ്കിൽ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ആ വണ്ടി ഇവര്, അല്ലെങ്കിൽ വേണം അവനെ പുറകിലോ എവിടെങ്കിലും ഇരുത്തിയിട്ട് ഈ ഒരു പോലീസുകാരൻ വണ്ടി ഓടിച്ചോട്ടെ, പ്രശ്നമില്ല, ഇവന് സ്റ്റേഷനിൽ പോട്ടെ, എവിടെ വേണം ഒരു, അല്ലാതെ പൊക്കിയെടുത്തിട്ട് ഒരുമാതിരി കൂട്ടത്തിലുള്ളവർക്ക് ട്രോമ കൊടുക്കണോ ചെയ്യുന്നത്. ഇത് എന്തോ മറ്റേ ഗോവിന്ദച്ചാമിയെ പിടിച്ച പോലെ കുറച്ചും കൂടെ ഡീസന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിണറ്റിന്ന് അങ്ങോട്ട് പിടിച്ചില്ലേ, കിണറ്റിന്നോ കുഴലില്ലാത്ത കിണറ്റിന്നോ അങ്ങോട്ട് പിടിച്ചില്ലേ, അതൊക്കെ പിന്നെയും ഡീസന്റ് ആണല്ലോ. ഈ മതം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ദൈവത്തിനെ പൊക്കെടുത്തുകൊണ്ട് പോകുന്നല്ലോ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഈ കുടയും കുരിച്ചും മുത്തുക്കുടയും ആനയും അമ്പാരിയായിട്ട് നടക്കുന്ന ഏതോമാരായാലും പൊക്കിക്കൊണ്ട് പോകുന്നുള്ളൂ? ഇല്ലല്ലോ. ഉമ്മാർക്കുണ്ടാക്കാം റോഡ് ബ്ലോക്ക്. ഇതുപോലെ അത്യാവശ്യം അവന്റെ വണ്ടിയുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല, അവന്റെ പേഴ്സണൽ ആയിട്ടൊരു പ്രശ്നം ഉണ്ടായി. അവൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയല്ലേ, അവൻ ഇതും അടച്ചതല്ലേ. അവന്റെ വണ്ടിയുടെ മണ്ടലോട്ട് ഈ കോല് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ എന്നെ ചെയ്യുന്നത്?